തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസിന് നേരെയുണ്ടായ ഗുണ്ടാക്രമണത്തിൽ 4 പ്രതികൾ കൂടി പിടിയിൽ. ഇതോടെ പിടിയിലായ പ്രതികളുടെ എണ്ണം 12ആയി. കൊലപാതക ശ്രമം, കൃത്യനിർവഹണം, തടസ്സപ്പെടുത്തൽ, പോലീസ് വാഹനം നശിപ്പിക്കാൻ ശ്രമം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഗുണ്ടാ സംഘങ്ങളെ സംഘടിപ്പിച്ച് നടത്തിയ പിറന്നാൾ ആഘോഷം തടയാനെത്തിയ പോലീസുകാർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വീണ്ടും ഗുണ്ടാ ആക്രമണമായി തലസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നു. നെടുമങ്ങാടാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതിൽ 4 പേർ പിടിയിലായെന്നാണ് പോലീസ് പറയുന്നത്. മൊത്തം പിടിയിലായ പ്രതികളുടെ എണ്ണം എത്രയായി? ആക്രമണം ഒരു ആസൂത്രിതം തന്നെയല്ലേ? രജനി, കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടിയാണ് ആക്രമണം നടക്കുന്നത്. ഈ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ സ്റ്റാംബർ അനീഷിന്റെ നേതൃത്വത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിഞ്ഞു. ആ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ പോലീസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതായത് കഴിഞ്ഞ ദിവസം നേരത്തെ തന്നെ പോലീസിന് ഈ വിവരം ലഭിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ സാധ്യതയുണ്ടെന്ന് ഒരു വിവരം ലഭിച്ചിരുന്നു. എന്നാൽ അത് നടത്തരുതെന്ന് പോലീസ് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ സ്റ്റാംബർ അനീഷിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ തലസ്ഥാനത്ത് തന്നെ, തിരുവനന്തപുരത്ത് തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള 20-ലധികം വരുന്ന ഗുണ്ടാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബർത്ത്ഡേ ആഘോഷം നടത്തുവാൻ തീരുമാനിച്ചത്. ഈ സ്ഥലത്തേക്കാണ് പോലീസ് എത്തിയത്. തടയാൻ വേണ്ടിയാണ് എത്തിയത്. ആ എത്തിയ പോലീസിന് നേരെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. നെടുമങ്ങാട് SHO അടക്കമുള്ള പോലീസുകാർക്കെതിരെ ആക്രമണം ഉണ്ടായി. വളരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യവും പോലീസുകാർക്കുണ്ടായിരുന്നു. മണിക്കൂറുകളോളം ഇത്തരത്തിൽ ആക്രമണം തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ് പോലീസ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമാണ് വളരെ സാഹസികമായി ഒരു 8 പേരെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്തിരുന്നത്. ആ കൂട്ടത്തിൽ സ്റ്റാംബർ അനീഷ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. 8 പേരെ കീഴ്പ്പെടുത്തി. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഒരു 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഇപ്പോൾ ഈ കേസിൽ 12 ഗുണ്ടകളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അതുപോലെ തന്നെ പോലീസ് വാഹനം നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും തലസ്ഥാനം നേരത്തെ തന്നെ നമുക്കറിയാം പലയിടങ്ങളിൽ ഇത്തരത്തിൽ ഗുണ്ടാക്രമണങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ തലസ്ഥാനം ഗുണ്ടകളുടെ ഒരു കേന്ദ്രമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ഈ ഗുണ്ടകളെ അണിനിർത്തിക്കൊണ്ട് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന തരത്തിലുള്ള പാർട്ടികൾ നടത്തുക, അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷങ്ങൾ നടത്തുക എന്ന രീതിയിലെല്ലാം തലസ്ഥാനം മാറുന്നൊരു സാഹചര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇവിടുത്തെ സംവിധാനം പോലും, അതായത് ലോ ആൻഡ് ഓർഡർ സംവിധാനം പോലും ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഗുണ്ടകളുടെ ഒരു വിളയാട്ടം വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ പരിക്കേറ്റ പോലീസുകാർ കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയിരുന്നു. ആരുടെയും പരിക്ക് അധികം ഗുരുതരമല്ലെന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത്. എന്തായാലും ഈ കേസിൽ 12 പേരെയാണ് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.